നമസ്തേ. മേൽപ്പത്തൂർ ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണി എന്ന ഗ്രന്ഥത്തിൻ്റെ 18ാമത്തെ ദശകമാണ് ഞാനിന്ന് പാരായണം ചെയ്യുന്നത്. 1 മുതൽ 17 വരെയുള്ള ദശകങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൊല്ലിയിട്ടിട്ടുണ്ടായിരുന്നു. ഗുരുനാഥനായ അച്യുത പിഷാരടിയുടെ വാതരോഗം സ്വയം ഏറ്റെടുത്ത മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ആ രോഗം ശമിക്കുന്നതിനായി ഗത്യന്തരമില്ലാതെ എത്തിച്ചേർന്നതും ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തന്നെ ആയിരുന്നുവല്ലോ. തൻ്റെ രോഗശാന്തിക്കായി ചെയ്യേണ്ടുന്നത് മീൻ തൊട്ട് കൂട്ടുകയാണെന്ന് ഭക്താഗ്രഗണ്യനായ തുഞ്ചത്തെഴുത്തച്ഛൻ വിധിച്ചുവെന്നും അതിൻ്റെ സാരം മനസ്സിലാക്കിയ ഭട്ടപാദർ മത്സ്യാവതാരം തുടങ്ങിയ ഭഗവത് അവതാര കഥകൾ ശ്രീമദ് ഭാഗവതത്തെ അവലംബിച്ച് 1000-ലധികം ശ്ലോകങ്ങൾ അടങ്ങുന്ന 100 ദശകങ്ങളിലായി സംഗ്രഹിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ സംബോധന ചെയ്യുന്ന രീതിയാൽ രചിച്ച് ഭഗവാനെ കേൾപ്പിച്ച് വേണുഗോപാല രൂപത്തിൽ ഭഗവാനെ സ്വന്തം മാംസചക്ഷുസുകൾക്ക് മുമ്പിൽ ദർശിച്ച് വാതരോഗമുക്തിയും ജീവിതാവസാനത്തിൽ സായുജ്യവും കൈവരിച്ചുവെന്നാണല്ലോ ഐതിഹ്യം. വാതരോഗത്താൽ അത്യധികം വേദന അനുഭവിക്കുന്ന അവസരത്തിലും നാരായണീയ കർത്താവ് ആദ്യ ശ്ലോകം തുടങ്ങുന്നത് സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന പദത്തോടു കൂടിയാണ് എന്നത് ഈ സ്തോത്രത്തിനൊരു പ്രത്യേകതയാണ്. സാന്ദ്രാനന്ദാത്മകമായ ഭഗവത് സ്വരൂപത്തിൽ നിന്നുത്ഭവിച്ച് നമ്മിലേക്കൊഴുകുന്ന ആ ആനന്ദം അവസാന ശ്ലോകത്തിലെ അവസാന പദമായ ആയുരാരോഗ്യ സൗഖ്യം എന്ന അവസ്ഥയിൽ നമ്മെ എത്തിക്കുന്നുവെന്നതാണ് ഈ സ്തോത്രത്തിൻ്റെ മഹത്വം. ശ്രീ നാരായണ മഹത്വത്തെ വിഷയമാക്കി നാരായണ ഭട്ടതിരി രചിച്ചതിനാൽ 2 വിധത്തിലും നാരായണീയം എന്ന പേരിന് അർഹമായ ഈ സ്തോത്രം നിത്യം പാരായണം ചെയ്യുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് കാരണമാകും എന്നതിന് സംശയമില്ല. അപ്പം നമുക്കിന്ന് 18ാമത്തെ ദശകം ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 18 പൃഥുചരിതം. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേ അംഗസ്യ വജനി സുദസ്സവേന നാമ തദ്ദോഷ വ്യതിതമതിസ്സ രാജവർയ ത്വത്പാദേ നിഹിതമന വനം ഗതോഭൂത് പാപോഭീഷ്ടിതലപാലനായ വേനഃ പൗരാതൈരുപനിഹിത കഠോരവീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജാനനയം നരൗസീത് സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖ്യേ മക്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തഃ ശാപാഗ്നോ ശലപദശാമനായി വേനഃ തന്നാശാത് ഹലജനവീരുകൈർമുനീന്ദ്രൈസ് തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ തെക്താഹേ പരിമതിത അദോരുദണ്ഡാത് ദോർദണ്ഡേ പരിമതിതേ ത്വമാവിരാസേ വിഖ്യാത പ്രതുരിതി താപസോപദിഷ്ടഃ സൂതാദൈ പരിണൂത ഭാവിഭൂരിവീര്യഃ വേനാർത്യ കബളിത സമ്പദം ദരിദ്രേ ആക്രാന്താം നിജതനുഷാ സമാമകാർഷേ ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തർ ദേവാദി സമുചിത ചാരുഭാജനേഷു അന്നാധീനഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനോ മധൂദുഹസ്ത്വം ആത്മാനം യജതി മഹൈസ്ത്വൈത്രദാമൻ ആരബ്ധേ സതതമവാജിമേതയാഗേ സ്പർദ്ധാലു ശതമഹയേത്യ നീജവേഷോ ഹൃത്വാസം തവ തനയാത്പരാജിതോ ഭൂത് ദേവേന്ദ്രം മുഹുരിരിവാജിനം ഹരന്തം വഗ്നൗതം മുനിവരമണ്ഡലേ ജുഹൂഷോ രുന്ദാനേ കമലഭവേ ക്രതോ സമാപ്തോ സാക്ഷാത്വം മധുരിപുമൈഷദാ സ്വയം സ്വം തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ കഥാപി ദേവാ സത്രസ്തം മുനിനിവകം ഹിതാനി ശംസൻ നൈശിഷ്ട സനകമുഖാൻ മുനീൻ പുരസ്താത് വിജ്ഞാനം സനകമുഹോദിതം ദദാനഃ സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താതൃക്പൃഥുവപുരീശ സത്വരം മേ രോഹൗക്കം പ്രശമയവാദഗേഹവാസിൻ
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.